കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മാറ്റിയതിനെ തുടർന്ന് മജ്ജ രക്തത്തിലേക്ക് ഇറങ്ങി യുവാവ് വെന്റിലേറ്ററിലായ സംഭവത്തിൽ കുടുംബത്തിന്റെ വൈകാരിക പ്രതികരണം. മകന്റെ ശസ്ത്രക്രിയ മനഃപൂർവ്വം മാറ്റിവെച്ചത് എന്തിനാണെന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടി പിതാവിന്റെ സഹോദരൻ. അതേസമയം അശ്വിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇന്ന് കിട്ടാൻ ചെയ്യാൻ പറ്റില്ല, ഇനി അടുത്ത വെള്ളിയാഴ്ച മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മോൻ മാനസികമായി തളർന്നു പോയിന്. അതുവരെ സംസാരിക്കുമോ നല്ല മാമ, എൻ്റെ കാലുണ്ടാവില്ല, ഇനി പൈസയില്ല എൻ്റെ അടുത്ത്. വെന്റിലേറ്ററിൽ കഴിയുന്ന മകന്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് ആവലാതിയിലാണ് ഈ കുടുംബം. പരിക്ക് പറ്റിയ അശ്വിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിച്ചു. ഉടൻ ശസ്ത്രക്രിയ വേണമെന്നും വൈകിയാൽ ജീവൻ ആപത്താണെന്നും ഡോക്ടർമാർ തന്നെ കുടുംബത്തിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അടിയന്തര സാഹചര്യമായിട്ടും 3 ദിവസം കഴിഞ്ഞാണ് ആശുപത്രി അധികൃതർ ഓപ്പറേഷനുള്ള തീയതി നൽകിയത്. അശ്വിനു ശേഷം വന്ന മറ്റു രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്തിയെന്നുമാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ശസ്ത്രക്രിയ വൈകിയതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അപ്പോഴേക്കും മജ്ജയിൽ നിന്ന് കൊഴുപ്പ് രക്തത്തിൽ കലർന്ന ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് അശ്വിന്റേത്. നാദാപുരം ചൊക്യാട് സ്വദേശിയായ അശ്വിന്റെ അച്ഛൻ സുനിൽകുമാർ ഡ്രൈവറാണ്. ഒരു ദിവസം 1 ലക്ഷത്തോളം രൂപയാണ് ആശുപത്രിയിൽ ചിലവ് വരുന്നത്. ഈ നിർധന കുടുംബത്തെ സംബന്ധിച്ച് അതൊരു വലിയ ബാധ്യതയാണ്. ഈ സാഹചര്യത്തിലാണ് അശ്വിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടത്. മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും BJP ചൂണ്ടിക്കാട്ടി. ലക്ഷക്കണക്കിന് ഉറുപ്പിക പാവപ്പെട്ട ഒരു തൊഴിലാളി കുടുംബം, ആ കുടുംബം ഇന്ന് വീടും സ്ഥലവും ഒക്കെ വിൽക്കേണ്ട സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ചികിത്സാപ്പിഴവ് ആരോപണങ്ങൾ ഉയരുമ്പോഴും കേരളത്തിലെ ആരോഗ്യ സംവിധാനം അതിനു മുന്നിൽ കണ്ണടക്കുകയാണ്. ജനം, കോഴിക്കോട്.